ക്രിസ്തയേശുവിൻ്റെ മഹനീയ നാമത്തിൽ നിങ്ങളേവരെയും ഞാൻ വന്ദനം ചെയ്യുകയാണ്. ഒരു പ്രാവശ്യം കൂടി ക്രിസ്തീയ സാക്ഷിത്വം എന്ന വിഷയത്തെ ആസ്പദമാക്കി സംസാരിപ്പാൻ പോവുകയാണ്. അതിനു മുൻപായിട്ട് നമുക്ക് നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, ഈ ഒരു സമയം കൂടി ഞങ്ങൾക്ക് തന്നു. പ്രത്യേകിച്ച് തിരുവനന്തപുരം ധ്യാനിപ്പാൻ ക്രിസ്തീയ സാക്ഷ്യത്തെക്കുറിച്ചുള്ള ഈ പരമ്പരയിൽ അടിയങ്ങൾ ചിന്തിക്കുമ്പോൾ കർത്താവേ, അവിടുത്തെ കൃപയും കരുണയിരിക്കണമേ. അവിടുത്തെ ആത്മാവാൽ അടിയങ്ങളെ നിറയ്ക്കണമേ. അത് കേൾക്കുന്നത് അങ്ങനെ തന്നെയൊന്ന് പരിശോധിപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമെന്ന് യേശുവിൽ കൂടി താഴ്മയോട് വിനയമായി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. എന്നെ സ്നേഹിക്കുന്ന ഏവരുമേ, ക്രിസ്തീയ സാക്ഷ്യത്വത്തെക്കുറിച്ചുള്ള ഈ പരമ്പരയിൽ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിപ്പാൻ പോകുന്ന വിഷയം ക്രിസ്തീയ ഓട്ടത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, ഈ ഭൂമിയിൽ മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. അവരുടെ ദൈനംദിന കൃത്യങ്ങളിൽ മുഴുകി അവരുടെ കാര്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി പരക്കെ ഓട്ടം ഓടുന്നതായ കാഴ്ചപ്പാട് നമുക്ക് കാണുവാനൊക്കെ സാധിക്കും. തിരുവചനത്തിലും അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഓട്ടത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. നാം വായിക്കുമ്പോൾ വിശുദ്ധ പൗലോസ് എഴുതിയ ലേഖനം 1 കൊരിന്ത്യർ 9-ാമത്തെ അധ്യായത്തിൽ 24 മുതൽ താഴോട്ട് നാം വായിക്കുമ്പോൾ ഇതുപോലുള്ള ഒരു ക്രിസ്തീയ ഓട്ടത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. അതെ, ഓട്ടക്കളത്തിൽ ഓടുന്നവർ എല്ലാവരും ഓടുന്നു, എങ്കിലും ഒരുവനെ വിരുദ് പ്രാപിക്കുന്നുള്ളൂ എന്ന് അറിയുന്നില്ലയോ? നിങ്ങളും പ്രാപിക്കാൻ തക്കവണ്ണം ഓടുവിൻ. അപ്പോൾ ഒരു ക്രിസ്തീയ ഓട്ടത്തെക്കുറിച്ചാണ് ഇവിടെ പൗലോസ് പറയുന്നത്. നമുക്കറിയാം, ഈ പൗലോസ് ആയിരുന്നതായ സമയത്ത് യൗവനക്കാരുടെ ഇടയിൽ പ്രത്യേകിച്ച് മത്സര ഓട്ടങ്ങൾ നടക്കുന്ന ഒരു കളി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മത്സര ഓട്ടം പലപ്പോഴുമായിട്ട് കണ്ടുകൊണ്ടിരുന്നതായ പൗലോസ്, അതിനെക്കുറിച്ച് നല്ലവണ്ണം അറിയാമായിരുന്നതായ പൗലോസാണ് ഈ ക്രിസ്തീയ ഓട്ടത്തെക്കുറിച്ച്, അതായത് ഈ ഓട്ടവും ക്രിസ്ത്യാനികളുടെ ഓട്ടവും തമ്മിൽ വളരെ താരതമ്യം ചെയ്തുകൊണ്ട് അതിനെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. അപ്പോൾ ഇവിടെ പറയുമ്പോൾ 3 കാര്യങ്ങൾ വ്യക്തമായിട്ട് തൻ്റെ ഈ എഴുത്തുകളിൽ കാണുന്നുണ്ട്. അതെ, ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ, അതായത് ഈ ഏതൊരു മത്സര ഓട്ടത്തിനും അതിനായ ചില നിയമങ്ങളുണ്ട്. അതുപോലെ തന്നെ രണ്ടാമതായിട്ട് ഓരോ മത്സരത്തിലും അതിൻ്റേതായ പ്രൈസ് അല്ലെങ്കിൽ അതിനുള്ള സമ്മാനമുണ്ട്. ആയതുപോലെ തന്നെ ഈ ഓട്ടം ഓടുന്നതായ വ്യക്തിക്ക് ചില പ്രത്യേക പരിശീലനങ്ങൾ ആവശ്യമാണ്. അപ്പോൾ ഈ പറയപ്പെട്ട 3 കാര്യങ്ങളെക്കുറിച്ച് എപ്രകാരമാണ് ക്രിസ്തീയ ഓട്ടവുമായി താരതമ്യപ്പെടുത്തുവാൻ തക്കൊണ്ട് സാധിക്കുക എന്ന് നമുക്ക് ചിന്തിക്കാം. പ്രത്യേകിച്ച് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ലക്ഷ്യസ്ഥാനമുണ്ട്, അതായത് ഫൈനൽ പോയിൻ്റ്. അപ്പോൾ അത് അവസാന സമയത്ത് ആ ഒരു ലക്ഷ്യം ആക്കിക്കൊണ്ട് ഓടുന്നതായ ഓട്ടത്തെക്കുറിച്ച്, അതായത് പ്രത്യേകിച്ച് പറയുമ്പോൾ അതായത് ക്രിസ്തീയ വിശ്വാസികളുടെ പരമമായ ലക്ഷ്യം മറ്റൊന്നുമല്ല, യേശുവിനെ പോലെ ആയിത്തീരുക എന്നുള്ളതാണ്. ഇപ്പോൾ യേശുവിനെ പോലെ ആയിത്തീരുക എന്ന് പറയുമ്പോൾ കണിശമായിട്ടും അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ 3:14 ഞാൻ വായിക്കുന്നു. ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളതൊക്കെയും മറന്ന് മുൻപിലുള്ളതിനായി ആഞ്ഞുകൊണ്ട് ക്രിസ്തയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുകയാണ്. അപ്പോൾ നമുക്കറിയാം, ഒരു ക്രിസ്തീയ വിശ്വാസികളുടെയും പരമമായ ലക്ഷ്യം മറ്റൊന്നുമല്ല, യേശു ക്രിസ്തുവാകുന്നു. യേശു ക്രിസ്തുവിനെ അംഗീകരിക്കുകയാകുന്നു, അല്ല യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയാകുന്നു. യേശു ക്രിസ്തുവിനെ പോലെ ആയിത്തീരുവാൻ വേണ്ടിയുള്ളതായ ഒരു ഓട്ടത്തെക്കുറിച്ചാണ് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഉന്നയിക്കുന്നത്. അതുപോലെ റോമാലേഖനത്തിൽ 8:29 ഞാൻ വായിക്കുന്നു. അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപനാകാൻ മുൻനിയമിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവികമായുള്ള ഒരു ലക്ഷ്യം ഓരോ ക്രിസ്തീയ വിശ്വാസികൾക്കുമുണ്ട്. ആയതുകൊണ്ട് ആ ലക്ഷ്യത്തെ പിൻപറ്റുക എന്നുള്ളതാണ് ഓരോരുത്തരുടെയും കടമ. അപ്പോൾ യേശുവിനെ പോലെയാകുക, ക്രൈസ്റ്റ് ലൈക്ക്നെസ്, അതായിരിക്കണം ഏറ്റവും പരമമായ ലക്ഷ്യം. ആ ലക്ഷ്യം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ കണിശമായിട്ടും അതേ അപ്പോസ്തലനായ യോഹന്നാൻ പറയുമ്പോൾ 1 യോഹന്നാൻ 3-ാമത്തെ അധ്യായത്തിൽ 1 മുതൽ 3 വരെ പ്രസക്തമായിട്ട് പറയുന്നത്, അവനിൽ ഈ പ്രത്യാശയുള്ളവൻ എല്ലാം അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. അപ്പോൾ അവിടെ എത്രമാത്രം അതായത് അത് പ്രത്യേകിച്ച് പറയുമ്പോൾ വിശുദ്ധി അല്ലെങ്കിൽ അതിൻ്റെ പൂർണ്ണത, പെർഫെക്ഷൻ എന്നുള്ള വാക്ക്, അതായത് പൂർണ്ണത, യേശുവിനെ പോലെ ആയിത്തീരുക.
ആ ഒരു ലക്ഷ്യം അതായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും, അതായത് നാം എത്തിച്ചേരേണ്ടതായ ഗോള് അല്ലെ ലക്ഷ്യം. ആയതുപോലെ തന്നെ ദൈവം നമുക്ക് നൽകുവാതിരിക്കുന്നതായ ജീവകിരീടം പ്രാപിപ്പാൻ തക്കമുള്ളതായ ഒരു പരിപാടി. അതായത് 1 പത്രോസ് 5:4 ഞാൻ വായിക്കുന്നു, എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിൻ്റെ വാടാത്ത കിരീടം പ്രാപിക്കും. അപ്പോൾ ഈ പറയപ്പെട്ടതായ ഓട്ടത്തിൽ, അതായത് യവന സാമ്രാജ്യത്തിൽ നടന്നുകൊണ്ടിരുന്നതായ മത്സര കളിയിൽ അവർക്ക് ലഭിക്കാൻ പോകുന്നതായ ആ ഒരു കാര്യം, അതെ ക്രിസ്തീയ വിശ്വാസികളായ നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കാൻ പോകുന്നു. എന്താണ്? തേജസ്സിൻ്റെ വാടാത്ത കിരീടം പ്രാപിക്കും. അത് തന്നെ പൗലോസും പറയുന്നുണ്ട് 2 തിമോത്തി 4:6-8 വരെയുള്ള വാക്യങ്ങളിൽ, ഇനി നീതിയുടെ കിരീടം എനിക്കായി വച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് അത് പറയുന്നത് എന്താണ്? ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. അത് നമ്മെ ഓരോരുത്തരെയും, എന്നെയും നിങ്ങളെയുമാണ് കരുതുന്നത്. അതായത് അവൻ്റെ മഹത്വ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കരുതുന്ന എല്ലാവർക്കും നൽകുവാൻ തക്കവണ്ണമാണ് ആ നീതിയുടെ വാടാത്ത കിരീടം. അപ്പോൾ അത് പ്രാപിപ്പാൻ വേണ്ടിയുള്ള ഒരു ഓട്ടത്തെക്കുറിച്ച് ആണ് ഇവിടെ നമുക്ക് ഇന്ന് ചിന്തിപ്പാനുള്ളത്. അതേ പ്രിയരെ, നാം തിരുവചനത്തിൽ നിന്ന് വായിക്കുന്നു, ഈ ഒരു ഓട്ടത്തിന് വേണ്ടി അതിനുള്ള പ്രത്യേക പരിശീലനം ആവശ്യമാണ്. അതായത് ഓരോ ഓട്ടക്കാരനും അവന് പ്രത്യേക പരിശീലനം ആവശ്യമാണ്. പ്രത്യേകിച്ച് പറയുമ്പോൾ കായികമായിട്ട് പരിശീലനം, അതുപോലെ സ്ട്രെച്ച് ചെയ്യുന്നതിനും അല്ലെങ്കിൽ അവർ ഓടുന്നതിന് വേണ്ടിയുള്ളതായ ഒരു തയ്യാറെടുപ്പ് ചെയ്യുന്നത് പോലെ തന്നെ ക്രിസ്തീയ വിശ്വാസികളായ നമുക്കും അതെ അതിനു വേണ്ടിയുള്ളതായ പരിശീലനം ആവശ്യമാണ്. ആ പരിശീലനം എന്ന് പറഞ്ഞാൽ വെറും സാധാരണയായിട്ട് ഇപ്പോൾ ഞാൻ നടക്കാൻ പോകാറുണ്ട്. ആ നടക്കുന്നത് പോലെയല്ല, അതെ അവർ നല്ലവണ്ണം ഓടിയാണ് അല്ലെങ്കിൽ ജോഗിങ് ചെയ്യാണ്. അത് ഓടി അതിൽ എത്രമാത്രം ഉത്കൃഷ്ടനാകുവാൻ തക്കവണ്ണം അല്ലെങ്കിൽ അതിൽ പദവിയിലേക്ക് വരുവാനുള്ളതായ ഒരു കാര്യത്തിന് വേണ്ടി ഒരുങ്ങിയാണ്. അതിനെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് ഈ കൊരിന്ത്യ ലേഖനം 9:27 വാക്യം ഞാൻ വായിക്കുന്നു, ആകയാൽ ഞാൻ നിശ്ചയമില്ലാത്ത വണ്ണമല്ല ഓടുന്നത്, ആകാശത്തെ കുത്തുന്നത് പോലെ അല്ല ഞാൻ മുഷ്ടിയുദ്ധം ചെയ്യുന്നത്, മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടവന് എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുക ചെയ്യുന്നത്. നമുക്കറിയാം, ഈ ഭൂമിയിൽ പാപം നിറഞ്ഞതായ ലോകത്തിൽ നമ്മെ ആകർഷിപ്പാൻ തക്കവണ്ണം അനവധിയായ കാര്യങ്ങളുണ്ട്. എന്നാൽ ഈ അനവധിയായ കാര്യങ്ങളിൽ നമ്മൾ ആകർഷിക്കപ്പെട്ടു പോവുകയാണെങ്കിൽ നമ്മുടെ ഈ ക്രിസ്തീയ ഓട്ടം നമുക്ക് നഷ്ടപ്പെട്ട് പോകും. ആയതുകൊണ്ട് ആ പ്രത്യേക പരിശീലനം നാം ചെയ്യുമ്പോൾ അതിന് വേണ്ടിയുള്ളതായ അല്ലെങ്കിൽ അങ്ങോട്ട് മാറുക ഇങ്ങോട്ട് മാറുക, കൈക്ക് കാലിന് മസിലുകൾക്ക് അല്ലെ ഓരോ ശരീര അവയവങ്ങൾക്കും ആവശ്യമായ രീതിയിലുള്ളതായ പരിശീലനം, എക്സസൈസ് നാം എടുക്കേണ്ടത് തന്നെയാണ്. ആയതുകൊണ്ട് അതിനുള്ളതായ നിയമങ്ങൾ പാലിക്കണം. തോന്നിവാസം കാണിച്ചാൽ നമുക്കറിയാം, ഈ എന്തെങ്കിലും ഒന്ന് മനുഷ്യൻ്റെ ശരീരത്തിൽ ഒരു പ്രയാസം അല്ലെങ്കിൽ കൈയുടെ ഒന്ന് കുഴ തെറ്റിയാൽ അതിൻ്റേതായ പ്രയാസമുണ്ട്, കാലിൻ്റെ കുഴ തെറ്റിയാൽ അതിൻ്റേതായ പ്രയാസമുണ്ട്, അതേ മുട്ടിൻ്റെ മസിലിന് ചിലപ്പോൾ മസിൽ പിടിക്കുന്ന ആ ഒരു പ്രയാസം ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അനേക തടസ്സങ്ങളുണ്ട്. എന്നാൽ അതേ അതിജീവിപ്പാൻ തക്കവണ്ണമുള്ളതായ നിയമങ്ങൾ നമ്മൾ പാലിക്കണം. അതിനെക്കുറിച്ച് അതേ അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പി ലേഖനത്തിൽ 3:16 പ്രകാരം പറയുന്നു, എന്നാൽ നാം പ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനം തന്നെ അനുസരിച്ച് നടക്കുക. അതായത് ദൈവം നമുക്ക് ദൈവവചനത്തിലൂടെ അനേക അറിവുകൾ യേശുവിനെ പോലെ ആയിത്തീരുവാൻ വേണ്ടി നൽകിയിട്ടുണ്ട്. അതനുസരിച്ച് നാം പോവുക, അതാണ് അതായത് പരിജ്ഞാനം തന്നെ അനുസരിച്ച് നടക്കുക. വീണ്ടും ഗലാത്യ ലേഖനത്തിൽ 6:16 പറയുന്നത്, ഈ പ്രമാണം അനുസരിച്ച് നടക്കുന്ന ഏവർക്കും ദൈവത്തിൻ്റെ ഇസ്രായേലിനും സമാധാനവും കരുണയും ഉണ്ടാകട്ടെ. അപ്പോൾ ദൈവ കൽപ്പന അനുസരിച്ച് നടക്കുന്ന വ്യക്തികൾക്ക് എന്തുണ്ട്? അനുഗ്രഹമുണ്ട്. ആ അനുഗ്രഹം ഏത് രീതിയിലാണ്? അത് ഭൗമികമായി തന്നെയുള്ള അനുഗ്രഹം, അത് മാത്രമല്ല സ്വർഗീയമായതിനെ. ആയതുകൊണ്ട് നാം മാറ്റിവെക്കേണ്ടതായ, പ്രത്യേകിച്ച് പറയുമ്പോൾ എക്സസൈസ് എടുക്കുമ്പോൾ ഓരോ തരത്തിലുള്ളതായി, കഴിഞ്ഞ ദിവസം ഞാൻ സ്ട്രെച്ചിങ് എക്സസൈസിനെ കുറിച്ചുള്ള ഒരു കാഴ്ച കാണുകയുണ്ടായി. അവിടെ അതേ കൈയുടെ
മസിലിൻ്റെ കൈയുടെ ഓരോ അവയവങ്ങൾക്കും, അതായത് കൈ ആയാലും കാലായാലും ഓരോ മസിലിനും ആവശ്യമായ എക്സസൈസ് കൊടുക്കുക. അപ്പോൾ അതിനു വേണ്ടിയുള്ളതായ എക്സസൈസുകൾ ഒന്നൊന്നായിട്ട് നടത്തുക. എന്നാൽ അതേസമയം തന്നെ നമുക്ക് ഉപേക്ഷിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോർക്ക് എഴുതിയ ലേഖനത്തിൽ 4:7 ഞാൻ വായിക്കുന്നത്, ഭക്തിവിരുദ്ധമായ കിഴവിക്കഥകളെ ഒഴിച്ച് ഭക്തിക്ക് തക്കവണ്ണം അഭ്യാസം ചെയ്യുക. നമുക്കറിയാം ഈ ഭൂമിയിൽ അനേക പഠിപ്പിക്കുക, അതായത് നിയമങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ദൈവ നിയമത്തിന് വിരുദ്ധമായിട്ട് സ്വയമായിട്ട് അവരുടെ ജീവിത രീതിയിൽ കൊണ്ടുവരുന്നതായ അനേക ട്രഡീഷൻസ് ഉണ്ട്. ഇതൊക്കെയും ചേർത്ത് ദൈവത്തിൻ്റെ കൽപ്പന ആവശ്യമില്ല, അല്ലെങ്കിൽ ദൈവികമായ നിയമങ്ങൾ ആവശ്യമില്ല എന്നുള്ള ഒരു ചിന്താഗതി ഇന്ന് നമ്മുടെ ഇടയിലുണ്ട്. ആയതുകൊണ്ട് അങ്ങനെയുള്ള ചിന്താഗതികളൊക്കെ എന്താണ്, ഈ ഓട്ടത്തിൽ, അതായത് ക്രിസ്തീയമായ ആ പരമവിളിയുടെ നിത്യതയ്ക്കുള്ള ഓട്ടത്തിൽ നാം ഈ പറയപ്പെട്ട നിയമങ്ങളൊക്കെയും പാലിക്കണം. അതേ നിയമത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ സ്വല്പമായി പറയുകയാണ്. അതായത് നമുക്കറിയാം നമ്മുടെ ട്രാഫിക് നിയമങ്ങൾ, ചില സ്ഥലങ്ങളിൽ പോയ ആർക്കും ഒരു ട്രാഫിക്കിൽ തെക്കും വടക്കും അല്ലെങ്കിൽ വലത്തും ഇടത്തും കൂടിയൊക്കെ വണ്ടികളൊക്കെയും പോകുന്നത് കാണാം. എന്നാൽ അതല്ല ഒരു ട്രാഫിക് എന്ന് പറഞ്ഞാൽ പോകേണ്ട വഴി എപ്പോഴും ലെഫ്റ്റിലായിരിക്കണം. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതായ വാഹന ഗതാഗതം വളരെ സുഗമമായി പോകണമെന്നുണ്ടെങ്കിൽ കണിശമായിട്ടും ഈ ട്രാഫിക് റൂള് പാലിക്കണം. ആയതുപോലെ തന്നെ എങ്ങോട്ട് തിരിയണം, എപ്പോൾ തിരിയണം, അതിന് കൊടുക്കേണ്ട സൈന്, ഓരോ ഡ്രൈവിംഗ് ലൈസൻസ് പഠിക്കുമ്പോഴും അതിൻ്റെ നിയമങ്ങൾ, ഓരോ കാര്യങ്ങളും വളരെ ചിട്ടയോടുകൂടി പഠിക്കണം. അങ്ങനെ അത് ചെയ്യുകയും വേണം. ആയതുകൊണ്ട് നമുക്ക് മനസ്സാക്ഷി എന്ന് പറയുന്ന ആ ഒരു സാക്ഷിയുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ആ മനസ്സിൽ എപ്പോഴും നന്നായി, അതായത് ഇതിനെക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തിയിൽ 24:16 ഞാൻ വായിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസ്സാക്ഷി എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇത് പറയുമ്പോൾ അതായത് ഓരോ വ്യക്തികൾക്കും അവരുടേതായ മനസ്സാക്ഷിയുണ്ട്. എന്നാൽ ഈ മനസ്സാക്ഷിക്ക് വിരുദ്ധമായിട്ട് പ്രവർത്തിച്ച് അത് തഴമ്പിച്ച് പിന്നെ കാണുന്ന കാര്യങ്ങൾ ഒരു കുറ്റമല്ലാതെ അല്ലെങ്കിൽ ഒരു പാപമല്ലാതെ ഒരു പ്രയാസമല്ലാതെ ചിന്തിക്കുന്ന ഒരു പ്രവണത മനുഷ്യൻ്റെ ഇടയിലുണ്ട്. അതുകൊണ്ട് അങ്ങനെ സംഭവിക്കാതെ ദൈവ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ഈ മത്സര ഓട്ടം ഓടുവാൻ തക്കവണ്ണമാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അതുകൊണ്ട് ഈ പ്രത്യേകിച്ച് പറയുമ്പോൾ ഈ റെഗുലേഷൻസ് അല്ലെങ്കിൽ ഈ നിയമങ്ങളൊക്കെയും വെച്ചത് മനുഷ്യനല്ല, പിന്നെയോ ദൈവമാണ്. അതിനെക്കുറിച്ച് ഇപ്രകാരമാണ് പൗലോസ് വീണ്ടും 2 കൊരിന്ത്യർ 10:13-14 അവിടെ കാണുന്നത്, ഞങ്ങളോ അളവില്ലാത്തവണ്ണമല്ല ഞങ്ങളുടെ അടുക്കലോളം എത്തുമാറ് ദൈവം ഞങ്ങൾക്ക് അളന്ന് തന്ന അതിരിൻ്റെ അളവിനൊത്തവണ്ണം അത്രയേ പ്രശംസിക്കുന്നത്. അപ്പം ദൈവമാണ് ഈ നിയമങ്ങളൊക്കെയും നമുക്ക് വേണ്ടി വച്ചിരിക്കുന്നത്. നമുക്കറിയാം ഈ നിയമം എല്ലാവർക്കും ബാധകമാണ്. പലപ്പോഴും പലരും നിയമം ഉള്ളതിനെ ലംഘിക്കുവാനുള്ളതായ ഒരു പരിശ്രമത്തിലാണ്. അതുകൊണ്ട് അങ്ങനെ അത് പാടില്ല. കാരണം ഈ മത്സരമോട്ടം ഓടുമ്പോൾ നിയമങ്ങൾ പാലിച്ചേ പറ്റുകയുള്ളൂ. നിയമങ്ങൾ പാലിക്കാത്തവർക്ക് പ്രത്യേകിച്ച് നമുക്കറിയാം ഈ സാധാരണ 1500 മീറ്റർ ഓട്ടം ഓടുകയാണ്. ഈ ഓട്ടം ഓടുന്നതിന് ഓരോ വ്യക്തികളെയും ഓരോ ലെയിനിൽ അല്ലെങ്കിൽ ഓരോ ലൈനിൽ, അതായത് ഓരോ കളത്തിൽ അവരെ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ കളത്തിൽ വിട്ടുപോകരുത്. ആ കളത്തിലെ മാത്രം അല്ലെങ്കിൽ കളത്തിലൂടെ മാത്രം ഓടേണ്ട ആവശ്യമുണ്ട്. എന്നാൽ പലപ്പോഴും നാം എന്ത് ചെയ്യുന്നു, ഈ ഭൗമിക ജീവിതത്തിൽ നമുക്ക് അത് രസമാണ്, അല്ലെങ്കിൽ ഇത് രസമാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷേ അത് പാടില്ല. നമ്മുടെ ശരീരത്തിനും അതിൻ്റേതായ നിയമമുണ്ട്. ആരോഗ്യ നിയമങ്ങൾ പാലിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അത് പാലിച്ചില്ല എങ്കിൽ അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ടാകും. ആയതുകൊണ്ട് അതിനെക്കുറിച്ച് പൗലോസ് പറയുന്നത് എന്താണ്, എബ്രായ ലേഖനം 12 നാം വായിക്കുന്നുണ്ട്, അതായത് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുക. അതായത് നമുക്കറിയാം ഒരു വ്യക്തി ഓടുമ്പോൾ അവന് ഭാരം ചുമ്മിക്കൊണ്ട് ഓടുകയാണെങ്കിൽ അതൊരു തടസ്സമാണ്. അല്ലെങ്കിൽ പ്രത്യേകിച്ച് മത്സരഓട്ടം ഓടുന്നവരുടെ കാലിലുള്ള ചെരുപ്പ് എങ്ങനെയുള്ളതായിരിക്കണം, അവരുടെ വസ്ത്രം എങ്ങനെയുള്ളതായിരിക്കണം, അവർ കയ്യിൽ ഭാരമൊന്നും കൊണ്ടുപോകാൻ പാടില്ല. അപ്പോൾ ഇതൊക്കെയും എന്താണ്, ഈ മത്സരഓട്ടത്തിൻ്റെ തടസ്സമാണ്. അപ്പോൾ എന്നാൽ ഇവിടെ പറയുന്നതാണ്, സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്നതായ ഓട്ടം സ്ഥിരതയോടെ ഓടുക. അപ്പോൾ ഇതിനെക്കുറിച്ച് എത്രമാത്രം നമ്മുടെ ജീവിതത്തിൽ നിയന്ത്രണം ആവശ്യമാണ് എന്നുള്ളതാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ആയതുപോലെ തന്നെ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ വീണ്ടും 9:24 ഞാൻ വായിക്കുന്നത്, അംഗം പൊരുതുന്നവൻ ഒക്കെയും സകലത്തിലും വർജനം ആചരിക്കുന്നു.
അപ്പോൾ നമുക്കറിയാം ഈ ബ്യൂട്ടി കോൺടെസ്റ്റ് മത്സരിക്കുന്ന വ്യക്തികൾ അവർക്ക് എപ്പോഴും സ്ലിം ബ്യൂട്ടി ആയിരിക്കാനാണ് ആഗ്രഹം. ആയതുകൊണ്ട് അവർ കഴിക്കുന്ന ആഹാരം വളരെ ലിമിറ്റഡാണ്, അല്ലെങ്കിൽ നിയന്ത്രണത്തോടു കൂടിയാണ്. അത് ഇന്നത് കഴിക്കുകയുള്ളൂ, ഇന്നത് കഴിക്കുകയില്ല, അല്ലെങ്കിൽ 3 നേരം വലിച്ചു വാരി ആഹരിക്കുന്ന രീതിയില്ല. വളരെ വായിക്ക് നല്ല ടേസ്റ്റാണ്, അതല്ല. പിന്നെയോ അവരെന്ത് ചെയ്യുന്നു? സകലത്തിലും വർജനം ആചരിക്കുകയാണ്. എന്നാൽ അവർ ആവശ്യമായ എനർജി കൊടുക്കുന്ന ആഹാരങ്ങൾ കഴിക്കേണ്ട ആവശ്യമുണ്ട്. അതുപോലെ തന്നെ വീണ്ടും 2 പത്രോസ് 1:6 നാം വായിക്കുന്നത്, നാം അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുന്നത് തന്നെ സ്നേഹമാകുന്നു. നിങ്ങൾ ആദ്യം മുതൽ കേട്ടതുപോലെ അനുസരിച്ച് നടപ്പാനുള്ളതായ കൽപ്പന ഇതേ. അപ്പോൾ ഭൗമിക ജീവിതത്തിലെ അല്ലെങ്കിൽ ആത്മീയമായ വളർച്ചയ്ക്ക് വേണ്ടി നാം എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കണം. കൽപ്പന വേണ്ട എന്ന് പറഞ്ഞത് ശരിയല്ല, കൽപ്പന വേണ്ട ഇല്ല എന്ന് പറയുന്നത് ശരിയല്ല. ദൈവമാണ് ഇത് ആദ്യം മുതൽ നൽകിയിരിക്കുന്നത്. ആയതുകൊണ്ട് പിന്നെയും റോമാലേഖനം 12 നാം വായിക്കുന്നുണ്ട്, ആകയാൽ നമുക്ക് ലഭിച്ച കൃപയ്ക്കൊത്തവണ്ണം വെവ്വേറെ വരമുള്ളതുകൊണ്ട് പ്രവചനമെങ്കിലും വിശ്വാസത്തിന് ഒത്തവണ്ണം, അതായത് ദൈവം തന്നിരിക്കുന്ന വരങ്ങളും ഫലങ്ങളും, അതായത് ആത്മാവിൻ്റെ ഫലങ്ങളും അനുഭവിച്ചുകൊണ്ട് ഈ ഓട്ടം മുൻപോട്ട് ഓടുക. പ്രത്യേകിച്ച് പറയുമ്പോൾ ഈ യവന സാമ്രാജ്യത്തിൽ നടന്നുകൊണ്ടിരുന്നതായ ഓട്ടത്തിൽ അവർക്കൊരു ലക്ഷ്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. അപ്പോൾ ആ ലക്ഷ്യം പ്രാപ്തിക്കുക, അതായത് നമുക്കറിയാം മാരത്തോൺ ഓട്ടം എന്ന് പറയുന്ന ഒരു ഓട്ടത്തെക്കുറിച്ച് പ്രസിദ്ധമാണ്. അതായത് മാരത്തോൺ നടന്നതായ ഒരു ചരിത്രപരമായ കാര്യത്തെ ആസ്പദമാക്കിയുള്ള ഓട്ടമാണ്. അത് സാധാരണ 1500 ഉള്ളതിനേക്കാൾ ഉപരിയായിട്ട് ചിലപ്പം അതിൽ കൂടുതലാണ്. അതിൻ്റെ കൃത്യം എത്രയാണ് കിലോമീറ്റർ എന്ന് പറയാൻ ഒക്കത്തില്ല. 15 കിലോമീറ്ററെന്നോ അല്ലെങ്കിൽ 20 കിലോമീറ്ററെന്നോ അങ്ങനെ ഉള്ളൊരു കണക്കുണ്ട്. ഏകദേശം അത് 46 കിലോമീറ്റർ ആണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇത് ഓടുന്ന വ്യക്തികൾ അത് എത്തിച്ചേരുവാൻ തക്കവണ്ണം അവർ വളരെയധികം പരിശ്രമിക്കണം, വളരെയധികം പരിശീലിക്കണം, വളരെയധികം അതിനുവേണ്ടി ഒരുക്കമുണ്ടാകണം. അവർ എത്രമാത്രം ശ്വാസം എടുക്കുക അല്ലെങ്കിൽ അവർ പെട്ടെന്ന് തളർന്നു പോകാതിരിക്കാൻ തക്കവണ്ണം ഉള്ള പരിശീലനം ആവശ്യമാണ്. അപ്പോൾ ഇതൊക്കെയും നാം ചെയ്യുന്നതിന് വേണ്ടി ക്രിസ്തീയമായി നാം ചിന്തിക്കുന്നത്, അതായത് നമുക്കും ആ ലക്ഷ്യത്തിൽ എത്തിച്ചേരണം എന്നുള്ളതാണ്. അത് ഞാൻ മുമ്പേ പറഞ്ഞു. അതായത് യേശുവിനെ പോലെ ആയിത്തീരുവാൻ വേണ്ടി, അതുപോലെ തന്നെ യേശുവിൻ്റെ പൂർണ്ണത പ്രാപിപ്പാൻ വേണ്ടി. അതെന്നാൽ അങ്ങനെ നാം ചെയ്യുമ്പോൾ കണിശമായിട്ടും നമുക്ക് തരാൻ പോകുന്നത് ഒരു വാടാത്ത കിരീടമാണ്. അപ്പോൾ തേജസ്സിൻ്റെ ഈ വാടാത്ത കിരീടം പ്രാപിപ്പാൻ തക്കവണ്ണം നാം എന്ത് ചെയ്യണം? അതിനു വേണ്ടിയുള്ളതായ ഓട്ടം നാം ഓടണം. അതെ, ഈ വാടാത്ത കിരീടത്തെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് മാത്രമല്ല പത്രോസും പറഞ്ഞിട്ടുണ്ട്. അനേക വാക്യങ്ങൾ നമുക്ക് വായിപ്പാൻ തക്കവണ്ണം സാധിക്കുന്നതാണ്. എന്നാൽ ഇതൊക്കെ ലക്ഷ്യം എന്താണ്? യേശുവിനെ പോലെ ഈ ഭൂമിയിലായിത്തീരണം. എങ്കിൽ മാത്രമേ നമുക്ക് ഈ വാടാത്ത കിരീടം പ്രാപിപ്പാൻ തക്കവണ്ണം സാധിക്കുകയുള്ളൂ. എപ്പോഴും നമ്മുടെ ലക്ഷ്യം മറ്റൊന്നുമല്ല, യേശു ക്രിസ്തു ആയിരിക്കണം. അപ്പോൾ യേശു ക്രിസ്തു ആകുന്ന ലക്ഷ്യത്തിലേക്ക് ഈ ഭൗമിക യാത്ര നാം ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കാൻ പോകുന്നതായ കാര്യത്തെക്കുറിച്ച് പറയുന്നതിന് മുൻപായിട്ട് നമുക്ക് ചിന്തിക്കാം. യവന സാമ്രാജ്യത്തിൽ നടന്നിരുന്നതായ കാര്യത്തിൽ അവിടെ ഈ അവരുടെ ഓട്ടത്തെ കുറിക്കുന്ന ഒരു ന്യായാധിപതി അല്ലെങ്കിൽ അതിന് ഒരു ജഡ്ജിയുണ്ട്. അപ്പോൾ ഈ ജഡ്ജിയെക്കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം, ഈ ഭൗമിക ലോകത്തിലും അനേക ജഡ്ജികളുണ്ട് നമ്മുടെ കോർട്ട് ചുറ്റുപാടുകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ. എന്നാൽ ഇപ്പോഴത്തെ കാലത്തെ ന്യായാധിപതികൾ വളരെ ലജ്ജാപൂർവമാണ് പറയാൻ സാധിക്കുന്നെങ്കിലും ന്യായാധിപതികളൊക്കെയും വളരെ വിശ്വസ്തരാണെങ്കിലും അനേകരിന്ന് പണം കൊടുത്ത് കാര്യങ്ങൾ സാധിക്കുന്ന ഒരു പ്രവണത നമുക്ക് കാണുവാനൊക്കെ സാധിക്കും. കാരണം അതേപോലെ തന്നെ യവന സാമ്രാജ്യത്തിലെ അവരുടെ മത്സരക്കളിയിലും ഇങ്ങനെ ബ്രൈബറി അല്ലെങ്കിൽ അവർ ഇങ്ങനെ കോഴ വാങ്ങിക്കുന്നതായ ഒരു പരിപാടികളുണ്ട്. ആ ഒരു പ്രവണത ഇന്നും നമ്മുടെ ഇടയിൽ കാണാം. നമുക്ക് ഇപ്പോൾ ഈയുള്ള കാലത്ത് നമുക്കറിയാം, ഏത് കാര്യം ഗവൺമെൻറ് ഓഫീസിൽ സാധിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ നാം കോഴ കൊടുക്കണം. അടിയിൽ കൂടെ കൊടുക്കണം, മേശയ്ക്ക് അടിയിൽ കൂടെ കവറിൽ കൊടുക്കുക എന്നിങ്ങനെയൊക്കെ പറയാറുണ്ട്. എന്നാൽ ആയതുപോലുള്ളൊരു പ്രവണത ഇന്ന് ഈ ന്യായ കാര്യങ്ങളിലും, അതായത് കോർട്ടുകളിലും കാണുവാനൊക്കെ സാധിക്കും. കാരണം അന്നത്തെ കാലത്തുണ്ടായിരുന്നു, ഇന്ന് വളരെ മെച്ചമല്ല. ഇന്നും ഇതുപോലുള്ള കാര്യങ്ങൾ ജഡ്ജിയെ വിലയ്ക്ക് വാങ്ങിക്കുവാനൊക്കെ സാധിക്കുന്നതായ അവസ്ഥ. എന്നാൽ തിരുവചനം അനുശാസിക്കുന്നത് എന്താണ്? നമുക്കുള്ളതായ ന്യായാധിപതി എങ്ങനെയാണ്? 2 തിമോത്തി 4:8 ഞാൻ വായിക്കുന്നു, അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ്. അവിടെ നമുക്ക് കോഴ കൊടുത്തൊന്നും കാര്യം സാധിക്കാൻ പറ്റുകയില്ല. അവിടെ ഒരു പക്ഷപാതവുമില്ല എന്ന് യാക്കോബ് പറയുന്നുണ്ട്. യാക്കോബ് 3:17 പറയുന്നത് പക്ഷപാതവും കപടവും ഇല്ലാത്തതാകുന്ന ഒരവസ്ഥയാണ്.
അപ്പോൾ ആ ഒരു അവസ്ഥ നമുക്ക് പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ കണിശമായിട്ടും സ്വർഗീയമായ നീതിപതിയായ ന്യായാധിപതി നമുക്ക് തരുവാനുള്ളത് തരും. ആയതുകൊണ്ട് പഴയ കാലങ്ങളിൽ അല്ലെങ്കിൽ ഇന്നത്തെ കാലത്ത് നമ്മുടെ ന്യായാധിപതി ആലയങ്ങളിൽ നടക്കുന്ന കാര്യത്തെ പോലെയല്ല. പിന്നെയോ ന്യായാധിപതിയായ നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് എന്തു ചെയ്യും? നമുക്ക് വാടാത്ത കിരീടം, നീതിയുടെ വാടാത്ത കിരീടം നമുക്ക് തരും എന്ന് പറയുകയാണ്. ആയതുകൊണ്ട് ഈ ഓട്ടക്കാരൻ എന്തു ചെയ്യണം? അതായത് അവർ ചെയ്യേണ്ടതായ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് മുന്നിലൊരു ലക്ഷ്യമുണ്ട്, അവർക്ക് ഒരു സമ്മാനമുണ്ട്, ആ സമ്മാനം പ്രാപിക്കും. എന്നാൽ അന്നത്തെ കാലത്ത് യവന സാമ്രാജ്യത്തിൽ നടന്ന ഓട്ട മത്സരത്തിൽ അവർക്ക് ലഭിക്കുന്നത് അതേ ഒലിവ് ഇല കൂട്ടിച്ചേർത്തതായ ഒരു കിരീടമാണ്. എന്നാൽ അതൊക്കെയും വാടുന്നതാണ്. നമുക്ക് നൽകുവാൻ പോകുന്നതായ കിരീടമോ അത് മഹത്വത്തിൻ്റെ കിരീടമാണ്. അതിനെക്കുറിച്ച് വേദപുസ്തകം അനുശാസിക്കുന്ന ഇപ്രകാരമാണ്. നമുക്ക് വായിക്കാം. യാക്കോബ് അപ്പോസ്തലൻ്റെ 1:12 പറയുന്നത് ജീവകിരീടമാണ് പ്രാപിപ്പാൻ പോകുന്നത്. അത് ജീവനുള്ളതാണ്. അതുപോലെ തന്നെ വീണ്ടും ഞാൻ മുമ്പേ വായിച്ചു നീതിയുടെ കിരീടത്തെക്കുറിച്ച് ഞാൻ പറയുകയുണ്ടായി. അതുപോലെ തന്നെ പത്രോസിൻ്റെ ലേഖനത്തിൽ പറയുന്നത് തേജസ്സിൻ്റെ കിരീടം അല്ലെങ്കിൽ തേജസ്സിൻ്റെ വാടാത്ത കിരീടം. അത് വീണ്ടും നാം പത്രോസ് പറയുന്നത് എന്നാണ്, അതായത് ഈ സാധാരണ ഭൗമിക ലോകത്തിൽ ലഭിക്കാൻ പോകുന്നതായ കിരീടങ്ങളൊക്കെയും എങ്ങനെയുള്ളതാണ്? അത് വാടുന്നതാണ്, ഫെയ്ഡ് ചെയ്യും. എന്നാൽ ഈ കിരീടമോ നിലനിൽക്കുന്നതാണ്, ജീവൻ്റെ കിരീടമാണ്, നീതിയുടെ കിരീടമാണ്, അതുപോലെ തേജസ്സിൻ്റെ വാടാത്ത കിരീടമാണ്. ആയതുകൊണ്ട് നാം എപ്പോഴും ഇത് നമ്മുടെ മനസ്സിൽ കരുതുക. കാരണം ദൈവം തരുവാൻ പോകുന്നതായ ഈ കിരീടം നാം പ്രാപിപ്പാൻ വേണ്ടി എന്തു ചെയ്യണം? നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് ഒരുങ്ങി നിയമങ്ങളൊക്കെയും പാലിച്ച് അതേ വർജനം ആചരിച്ചുകൊണ്ട് മുൻപോട്ട് ഓടുക. അതിനെക്കുറിച്ച് പറയുമ്പോൾ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ പറയുണ്ടായി. ലൂക്കോസിൻ്റെ സുവിശേഷം 13:24 ഇടുക്ക വാതിലൂടെ കടപ്പാൻ പോരാടുവിൻ, പലരും കടപ്പാൻ നോക്കും കഴിയില്ല താനും. അപ്പോൾ നാം പോകേണ്ടതായ വഴി വളരെ ഇടുങ്ങിയതാണ്, അത് വലിയ പാതയല്ല. അതിലൂടെ കടക്കണമെന്നുണ്ടെങ്കിൽ കണിശമായിട്ട് നാം എന്ത് ചെയ്യണം? അതിനുവേണ്ടി ഒരുങ്ങണം. അതെ, ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് പോകേണ്ടത് വലിയ വണ്ണമുള്ള ആൾക്കാർക്കൊന്നും ഈ ഇടുക്കുവാതിലൂടെ കടപ്പാനൊക്കെ കൊണ്ട് സാധിക്കുമോ എന്ന്, അതെ സാധിക്കുകയില്ല എന്ന് വേണമെങ്കിൽ പറയാം. ആയതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു വീണ്ടും പറയുമ്പോൾ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുമ്പോൾ ഒരുത്തൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ ത്യജിച്ച് തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കണം. ആയതുകൊണ്ട് സകല ഭാവരവും മുറുകെ പറ്റുന്ന പാപം വിട്ടുകൊണ്ട് നാം ഈ ഭൂമിയിൽ നല്ലവരായി ജീവിക്കുക. ആകയാൽ ദൈവം കർത്താവ് നമുക്ക് തരുവാൻ പോകുന്നതായ വാഴാത്ത കിരീടം പ്രാപിപ്പാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്ക് നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. നിങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, തിരുനാമത്തിന് വീണ്ടും നന്ദിയോടെ സ്തോത്രം. അതേ, ഈ മത്സര ഓട്ടത്തെക്കുറിച്ചുള്ളതായ പൗലോസിൻ്റെ ലേഖനം ഞങ്ങൾ പഠിക്കുമ്പോൾ അത് കണിശമായിട്ടും ഞങ്ങളുടെ ആത്മജീവിതത്തിൽ ഈ നിത്യകിരീടം പ്രാപിപ്പാൻ വേണ്ടി നന്നായി ഓടുവാൻ, അതിനുവേണ്ടി ഒരുങ്ങി ഓടുവാൻ കർത്താവ് സഹായിക്കണമേ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. യേശുവിൽ കൂടി താഴ്മയുടെ വിനയമായി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ.